जय मातङ्गतनये जय नीलोत्पलद्युते जय सङ्गीतरसिके जय लीलाशुकप्रिये. വെച്ചൂർ സാറ് ദിവംഗതനായിട്ട് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം അനുവാദം തന്നു. ഈ 30 വർഷം കഴിഞ്ഞപ്പോഴും വെച്ചൂർ സാറിൻ്റെ പേര് പറയുമ്പോൾ ഒരാൾ പോലും ഇതാര് എന്ന് ചോദിക്കുകയോ എന്തെങ്കിലും ഒരു തരത്തിലൊരു റിമാർക്ക് പറയുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല. നാം എല്ലാവരും മനസ്സിൽ നനയ്ക്കുന്ന പോലെ ഇത്രയും സ്നേഹ സമ്പൂർണനും ഇത്രയധികം കർണാടക സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യവുമുള്ള ഒരു മഹാൻ എത്ര പേരുണ്ടാകും എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ എല്ലാം ശ്രമത്താൽ ഈ വലിയ മനുഷ്യനെ എന്നും ഓർക്കാനായി വരും തലമുറയ്ക്ക് കൂടി അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കാനും പഠനം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ടാക്കലാണ് സത്യം പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. ഇത്രയും ശുദ്ധമായ സംഗീതവും ഇത്രയും ശുദ്ധമായ മനസ്സും ഉള്ള ഒരു ഗുരുനാഥൻ, അങ്ങനെ വളരെ ശിഷ്യരെ ചേർത്ത് നിർത്തുകയും നല്ല സംഗീതം പകർന്നു തരികയും വഴക്കു പറയേണ്ടടുത്ത് വഴക്കു പറയുകയും ഒരു ദിവസം എന്നോട് തന്നെ സാറ് പറയുകടാ, നീ ഇങ്ങനെയൊക്കെ പാടിയല്ല എനിക്കല്ലടാ നാണക്കേട്, ഇങ്ങനെ അവിടെ പാടണമെന്ന് ചോദിച്ചു തന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നവരെ ഞാൻ കുറച്ച് 32 വർഷം അധ്യാപകനായി ജീവിച്ച ആളാണ്. TTC 22 വർഷം അധ്യാപക വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ വഴക്ക് പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. അപ്പം ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞു, ഒന്ന് കരഞ്ഞാലും കുഴപ്പമില്ല, അവൻ അതുകൊണ്ട് നന്നാവും എങ്കിൽ. സഖി കണ്ണനകൾ കണവൻ വേറി കണ്ടുമില്ലൈ മനവരുദം കണ്ണനകൾ കണവൻ. കർണാടക സംഗീത ലോകത്ത് വെച്ചൂർ എന്ന വാത്സല്യത്തോടെ അറിയപ്പെട്ടിരുന്ന വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ പരമ്പരാഗതവും ഗമക സമൃദ്ധവുമായ സംഗീതത്തിൻ്റെ ഒരു മായാത്ത മുദ്ര അവശേഷിപ്പിച്ച മഹാഗുരുനാഥനാണ്. സംഗീതജ്ഞൻ, ഗുരു, ഡിജിറ്റൽ കാലഘട്ടത്തിന് മുൻപുള്ള ഒരു ഇതിഹാസ വ്യക്തിത്വം എന്നീ നിലകളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആഴത്തിലുള്ള സ്വാധീനം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെ വെച്ചൂർ ഫൗണ്ടേഷൻ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും സംഭാവനകളും എന്നെന്നും നിലനിർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നവംബർ മാസം 11-ാം തീയതി കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സാംസ്കാരിക സമ്പന്നമായ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം വളർന്നത്. ശാസ്താപാട്ടിൽ പ്രശസ്തനായ പിതാവിനെ അനുഗമിച്ച് അതിൽ പ്രാവീണ്യം നേടിയ
വെച്ചൂരിന് ശാസ്ത എന്ന വിളിപ്പേര് ലഭ്യമായി. ചെറുപ്പം മുതലേ കർണാടക സംഗീതത്തോട് വെച്ചൂരിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് സംഗീത പഠനത്തിനായി പ്രശസ്ത നാദസ്വര വിദ്വാൻ ചേർത്തല കുട്ടപ്പ പണിക്കരുടെ അടുത്തേക്കും പിന്നീട് ചേർത്തല ഗോപാലകൃഷ്ണൻ നായരുടെയും അടുത്തേക്ക് അയക്കുകയുണ്ടായി. വെച്ചൂർ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ചേർന്നു. 1947 ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സോടുകൂടി ബിരുദം നേടിയ അദ്ദേഹം ഇതിഹാസ സംഗീതജ്ഞൻ ശ്രീ ചെമ്മാങ്കുടി ശ്രീനിവാസയ്യരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും കലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ വർദ്ധിപ്പിക്കുവാനും സഹായിച്ചു. തന്റെ അധ്യാപക വൃത്തിയിൽ വെച്ചൂരിന്റെ വിശിഷ്ടമായ ജീവിതം ആരംഭിച്ചത് തിരുവല്ല സ്കൂൾ, പിന്നെ ചെങ്കോട്ടയിൽ, അതിനുശേഷം വൈക്കത്ത് തെക്കേനട സ്കൂൾ എന്നീ വിവിധ സ്കൂളുകളിലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആകാശവാണിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചെറിയ കാലയളവിൽ ജോലി ചെയ്തെങ്കിലും സംഗീത അധ്യാപനത്തോടുള്ള അഭിനിവേശം മൂലം അദ്ദേഹം 1957 തൃപ്പൂണിത്തുറ RLB കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ അധ്യാപകനായി ചേർന്നു. 1963 മുതൽ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ സേവനമനുഷ്ഠിച്ചു വന്നു. 1980 ഔദ്യോഗികമായി അധ്യാപനത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം ചെന്നൈ കലാക്ഷേത്രയിൽ പ്രിൻസിപ്പാളായി അവസരം ലഭിച്ചെങ്കിലും ഇവിടെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിന്റെ പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ചു. തന്റെ സംഗീത ജീവിതത്തിലുടനീളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അദ്ദേഹം സംഗീതം അഭ്യസിപ്പിച്ചു. പിൽക്കാലത്ത് അവരിൽ പലരും പ്രശസ്തരായ സംഗീതജ്ഞരായി മാറി. പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസ്, പ്രൊഫസർ കുമാര കേരളവർമ്മ, ശ്രീ തിരുവിഴ ജയശങ്കർ, പരേതനായ ശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ, ശ്രീമതി കോട്ടയം രാജമ്മാൾ, ശ്രീ പ്രിൻസ് രാമവർമ്മ തുടങ്ങി അനേക പ്രമുഖ ശിഷ്യാസമ്പത്തിന് ഉടമയാണ് വെച്ചൂർ സാർ. എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിലും പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കുന്നതിലും വെച്ചൂർ സാർ ശ്രദ്ധിച്ചിരുന്നു. വെച്ചൂർ സാറിന്റെ സംഗീതം, അതിന്റെ നിർമ്മലമായ ഗുണമേന്മ, ആത്മാംശമുള്ള ആലാപനം, അച്ചടക്കമുള്ള അവതരണങ്ങൾ എന്നിവയാൽ ശ്രദ്ധേയമായിരുന്നു. സുബ്രഹ്മണ്യം, ML വസന്തകുമാരി തുടങ്ങിയ മഹാരഥന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാഗവിസ്താരത്തിലും പല്ലവി അവതരണത്തിലും അദ്ദേഹം മികവ് പുലർത്തി. സാങ്കേതിക പ്രകടനത്തെക്കാൾ സംഗീതത്തിന്റെ സൗന്ദര്യാത്മകതയ്ക്ക് അദ്ദേഹം എപ്പോഴും മുൻഗണന നൽകി. കേരളം, തമിഴ്നാട്,
കർണാടക, മുംബൈ എന്നിവിടങ്ങളിൽ അദ്ദേഹം വ്യാപകമായി സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു. നവരാത്രി മണ്ഡപത്തിലും തിരുവിതാംകൂർ കൊട്ടാരത്തിലും സജീവ സാന്നിധ്യമായിരുന്നു വെച്ചൂർ സാർ. ശക്തമായ ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രശസ്തിയേക്കാൾ വിനയത്തിനും അർപ്പണബോധത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഗായകരത്നം എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. സംഗീതത്തിന് പുറമെ അദ്ദേഹം ബ്രൂസ് ലീ സിനിമകളുടെ വലിയ ഒരു ആരാധകൻ കൂടിയായിരുന്നു. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ 1994 നവംബർ മാസം 16-ാം തീയതി വിട പറഞ്ഞു. കർണാടക സംഗീത ലോകത്ത് പരിശുദ്ധി, അച്ചടക്കം, കലയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയാൽ ശ്രദ്ധേയമായ ഒരു മഹത്തായ പാരമ്പര്യം അദ്ദേഹം നമുക്കായി അവശേഷിപ്പിച്ച് മടങ്ങി. വെച്ചൂർ ഫൗണ്ടേഷൻ സെന്റിനറി ആഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് വെച്ചൂർ സാറിൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ ആദ്യത്തെ ഒരു ശിഷ്യനായിട്ട് തന്നെ കണക്കാക്കാം എന്ന് തോന്നുന്നു. കാരണം എൻ്റെ 12ാമത്തെ വയസ്സിലാണ് സാറ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ ഈ സംഗീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക, ഒരു കച്ചേരിക്ക് വേണ്ടിയിട്ട് ഉള്ളതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു അരങ്ങേറ്റം നടത്തുക. അപ്പോൾ അങ്ങനെ എന്നെ 9 വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഈ വടക്കഞ്ചേരി നവഭാവ സാർ. അതും അച്ഛൻ അന്ന് പഠിപ്പിച്ചു. അന്ന് ഒരു സംഗീതജ്ഞനാകണമെന്നുള്ള ഒരു ഉദ്ദേശം പോലും അന്നില്ലായിരുന്നു. പക്ഷേ അതൊരു നിമിത്തമാണെന്ന് പറയുകയാണ്. അത് 12ാമത്തെ വയസ്സിൽ അന്ന് ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ അരങ്ങേറ്റം. അതിന് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതായത് കാണാതെ പഠിപ്പിച്ച് 4 മണിക്കൂർ പാടാനുള്ള പല്ലവി സഹിതം കാണാതെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് അങ്ങോട്ടും അണുവിടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനൊക്കെയില്ല. എന്നാൽ ഞാൻ എന്താ പാടുന്നത് എന്നുള്ളത് എനിക്കും അറിയാൻ വയ്യ. കാരണം പറഞ്ഞു തന്നതുമാതിരി നമ്മൾ അങ്ങോട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ 12 വയസ്സ് അന്നത്തെ എൻ്റെ പ്രായത്തിനനുസരിച്ചൊരു കൊച്ചുകൂട്ടി പാടുന്നു. ഇത്ര 4 മണിക്കൂർ പാടുകയും ചെയ്തു. 4 മണിക്കൂർ അന്ന് കച്ചേരി, 9 തൊട്ട് 12 വരെ ക്ഷേത്രത്തിലൊക്കെ അന്നത്തെ കാലത്ത് കച്ചേരി. അത് അങ്ങനെയാണ്. അതും ആറാട്ടിൻ്റെ തലേ ദിവസം. ഇതൊരു നിമിത്തം. അത് കഴിഞ്ഞ് പിന്നെ ആരെ പഠിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അന്ന് വെച്ചൂർ സാറ് തിരുവല്ല സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോൾ സാറിനൊക്കെ പറഞ്ഞു, അത് അച്ഛനപ്പം അന്വേഷിച്ച് സാറിനൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിനെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് സാറ് ആദ്യം അവിടുന്ന് പള്ളത്ത് വന്നിട്ട് 2 ദിവസം അവിടെ എൻ്റെ കൂടെ താമസിച്ച് അവിടെ പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച തിരിച്ച് പിന്നെ വൈക്കത്തിന് പോകും. വെച്ചൂർ വെക്കേഷൻ സമയത്ത് 2 മാസം വെക്കേഷൻ ഉള്ളപ്പോൾ അച്ഛനെ എന്നെ അവിടെ കൊണ്ടുവിടും. ആ 2 മാസം സാറിൻ്റെ കൂടെ സാറിൻ്റെ അനിയന്മാർ, ചേട്ടന്, കണ്ണനുമൊക്കെ അറിയാം, കണ്ണൻ്റെയൊക്കെ അച്ഛൻ, അവരെ എല്ലാം ഒരുപോലെയാണ്. ഞങ്ങളെയൊക്കെ ഒരുപോലെ കുട്ടികളെ കളിക്കാനും പോവും. അത് കഴിഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യും. അവിടെ തന്നെ 2 മാസം താമസം. അങ്ങനെ ഗുരുകുലവാസത്തിൻ്റെ ആ ഒരു രീതി അന്ന് എനിക്ക് കിട്ടി. ഇതൊക്കെ പറയേണ്ടത് ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അന്നത്തെ കാലത്തെ അധ്യാപകർ അവരെ പഠിപ്പിക്കുന്ന രീതി, അവരുടെ രീതികൾ, ഇത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഓരോരുത്തരുടെയും സ്റ്റാമ്പ് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് വെച്ചൂർ സാറിൻ്റെ കാലത്ത് പഠിക്കുമ്പം സാറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാറിൻ്റെ കാര്യം, ഇന്ന് സാറിൻ്റെ കച്ചേരി കേട്ടില്ലേ ഇവിടെ, ആദ്യം കേട്ട് ഒരു പാടുന്നതിനകത്ത് ഒരു ഇത്രയും പെർഫെക്ഷൻ, ആ വോയിസിന്
ഇത്രയും ഒരു സംഗതിയുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലൊന്നും പറയാൻ ഒക്കില്ല. സാറിൻ്റെ ഒറ്റ കച്ചേരി പോലും, ധാരാളം കച്ചേരികൾ സാറ് പാടിയിട്ടുണ്ട്. അന്ന് അമ്പലങ്ങളിൽ മുഴുവൻ, ക്ഷേത്രങ്ങളിൽ മുഴുവൻ സാറിൻ്റെ കച്ചേരിയാണ്. അന്ന് വേലുക്കുട്ടി സാറും കൃഷ്ണൻകുട്ടി സാറും അതുപോലെ കളറോട് മഹാദേവൻ അങ്ങനെ കൊണ്ട് അവരൊക്കെയാണ് കച്ചേരിക്ക് ധാരാളം വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സാറിൻ്റെ ഒരു സ്വഭാവം, സാറിന് കിട്ടേണ്ട അംഗീകാരം എന്തെങ്കിലും ഇത്രയും കാലമായിട്ട് സാറിന് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സംഗീതം പഠിപ്പിക്കുക എന്നുള്ളത് കണ്ടില്ലേ, താഴെ ഇങ്ങനെ ഇരിക്കും പഠിപ്പിക്കുമ്പം. കീർത്തനം പറഞ്ഞു തരുമ്പോൾ കീർത്തനം പറഞ്ഞു തരുമ്പോൾ ഒരു പ്രാവശ്യം വന്നില്ലെങ്കിൽ എത്രയോ പ്രാവശ്യം പാടിക്കഴിഞ്ഞത് പെർഫെക്ഷൻ ആവുന്ന ഒരു പ്രയാസവും ഇല്ല പഠിപ്പിക്കുന്നതിൻ്റെ രീതി. അത് കട്ടിയായിട്ടായിരിക്കും, പക്ഷെ ഒന്നും ഒരു കുറ്റം പറയുകയോ ഒന്നും ചെയ്യരുത് സാറ്. വളരെ ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു കീർത്തനം ഇന്ന് സാറ് പഠിപ്പിച്ചിട്ടുള്ള ഓരോ കീർത്തനങ്ങളും ഈ ഉറക്കത്തിൽ ഞാൻ ഭരിച്ച് കിടക്കുകയാണെങ്കിൽ പോലും എന്തൊക്കെ പാടാൻ പറഞ്ഞാൽ വന്ദനധാരണിയിലുള്ള പിന്നെ ഒരു കീർത്തനമുണ്ട് സാർ എപ്പോഴും പാടാറുണ്ട്, GN സാറിൻ്റെ ഒരു കീർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനുള്ള വേറൊരു കാര്യം, ചെമ്മങ്കോട് സ്വാമിയുടെ സ്കൂളിലാണ്, ആ സ്കൂളാണ് നമുക്ക് കിട്ടിയെങ്കിലും സാറിൻ്റെ വോയിസിന് സാറിൻ്റെ രീതിക്കും അനുസരിച്ചിട്ടുള്ള രീതികൾ അന്നത്തെ GN സാറിൻ്റെ, അതുപോലെ തന്നെ പട്ടമ്മാൾ, ഇവരുടെയൊക്കെ ആ ഒരു സ്റ്റൈല് സാറിന് കാണും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് സാറിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയാണ് സാറ് പാടുന്നത്. വാസ്തവത്തിൽ ഒരു സംഗീതജ്ഞൻ അങ്ങനെ ആയിരിക്കണം. സാറിനെ എത്രയോ വർഷമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. എൻ്റെ മകനെ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ അമ്മൂമ്മയ്ക്കും ഒക്കെ സാറിനെ അറിയാമായിരുന്നു. സാർ ഒരിക്കലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും തേടി വന്നിട്ടില്ല. എനിക്കൊരു കച്ചേരി ഏർപ്പാട് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് പോകണം, എനിക്ക് ചെന്നൈയിൽ പോകണം, സീസണിന് പാടണം, അല്ലെങ്കിൽ എനിക്ക് അംഗീകാരങ്ങൾ എന്തെങ്കിലും തരൂ, ഒരു മെഡൽ തരണം, ഒരു ടൈറ്റിൽ തരൂ, ഇതൊന്നും സാർ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ വിദ്വത്ത്, അദ്ദേഹത്തിൻ്റെ സംഗീത സമ്പത്ത്, നിർലോഭം എല്ലാ ശിഷ്യഗണങ്ങൾക്കും അദ്ദേഹം അത് പകർന്ന് കൊടുത്തു. യെച്ചൂരി സാറിനെ കുറിച്ച് വളരെ കാര്യമായി ഒരുപാട് വർഷം പഠിച്ച എൻ്റെ ഗുരുനാഥൻ കൂടിയായ കുമാരകേൾവർമ്മ സാർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും സാറിൻ്റെ അടുത്തൊരു 5 വർഷം വീട്ടിൽ പോയി പഠിച്ച ആളാണ്. എന്നിരുന്നാലും സംഗീത കോളേജിൽ പഠിച്ച ആ ഒരു കാലഘട്ടം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അമ്മാവൻ തന്നെയാണ്. അദ്ദേഹമാണ് എനിക്ക് SSLC നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോകാനൊക്കെ പറഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു, വേണ്ട, നമ്മുടെ പാരമ്പര്യം, അതായത് മുല്ലമൂട് പത്മനാഭ ഭാഗവതരുടെ പാരമ്പര്യത്തിൽപ്പെട്ട മുല്ലമൂട് പത്മനാഭ ഭാഗവതരുടെ മകനാണ് എൻ്റെ അമ്മാവൻ ഹരിഹര ഭാഗവതർ. അദ്ദേഹത്തിൻ്റെ ശേഷകാരനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ സംഗീത പാരമ്പര്യം നമുക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സംഗീത കോളേജിൽ തന്നെ പോയി ചേരണമെന്ന് അമ്മാവനാണ് എന്നെക്കൊണ്ട് അവിടെ ആദ്യമായി ചേർത്തത്. അന്ന് മഹാരഥന്മാരായ സംഗീത വിദ്വാൻമാർ വസിക്കുന്ന ഒരു കാലം. നെല്ലി കൃഷ്ണമൂർത്തി സാറായിരുന്നു പ്രിൻസിപ്പൾ. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് തുടങ്ങിയ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞ് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതിന് കാരണം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അന്നത്തെ ഗുരുനാഥന്മാരുടെ ഒരു സവിശേഷത കൊണ്ട് മാത്രമാണ്. അന്ന് നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകരെല്ലാം വളരെ പ്രഗത്ഭന്മാരായിരുന്നു, സംശയമൊന്നുമില്ല. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ചുകൂടെ സ്കൂൾ ജോലി കിട്ടിയ ശേഷം ഞാൻ യെച്ചൂരി സാറിൻ്റെ അടുത്ത് പോയി 4-5 വർഷം പഠിച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇന്ന ദിവസം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും നമ്മുടെ കൊല്ലത്തുള്ള ഉമയെന്നുള്ളൊരു ഗോവിന്ദരാജ്, വൈദ്യനാഥ് സാറിൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു, വെങ്കടകൃഷ്ണോ ഇതവർ പേര്. ഞങ്ങൾ 3 പേരുമാണ് ആദ്യമായിട്ട് അവിടെ ചേർന്നപ്പോൾ സാറ് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വണ്ടി വന്ന് നിന്നു. സാർ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ തുടങ്ങാനായിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് സാറിൻ്റെ അടുത്ത്.
അപ്പോൾ പറഞ്ഞു പുതിയൊരു വർണ്ണം പാട്, അപ്പോൾ കാമ്പോജ് അടതാള വർണ്ണം 2 കാലം പാടെന്ന് പറഞ്ഞു. സാർ പോയി വാഷ് ബേസിനൊക്കെ പോയി മുറുക്കാൻ സ്ഥിരമുള്ള ആളാണ്. റിപ്പീറ്റിങ് വന്നപ്പം ഞാൻ പാലസിൽ പോയിട്ട് പറയാൻ എന്ന് പറഞ്ഞു. നമ്മുടെ അശ്വതീൻ രാമവർമ്മ അവർ പഠിപ്പിച്ചിട്ട് വരുന്ന സമയമായിരുന്നു. സാർ അവിടെ പോയി ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ അവിടെ പഠനം തുടങ്ങുന്നത്. ഞാനിപ്പോഴും നന്നായിട്ട് ഓർക്കുന്നു. അങ്ങനെ ഓരോ ക്ലാസ്സുകളും എന്താ പറയുന്നത്, വർമ്മ സാർ എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അന്ന് പഠിപ്പിച്ച എല്ലാവരും, ഇപ്പോൾ ജി സീതാലക്ഷ്മി ടീച്ചറുടെയൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സ്വപ്നത്തിൽ പോലും നമുക്ക് ഇപ്പോഴും ആ ക്ലാസ്സുകൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. അമ്പി ടീച്ചറുടെ ക്ലാസ് ആയാലും. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും അംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടായിരിക്കണം ഞങ്ങൾക്ക് ഇത്രയെങ്കിലുമൊക്കെ ഇന്ന് പാടുകയും അടുത്ത തലമുറയ്ക്ക് സംഗീതം പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. ആ ഒരു ചിട്ട ഇന്നുണ്ടോ എന്നെനിക്ക് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ആ ഒരു ചിട്ടയിലുള്ള ഒരു പഠന രീതി കൊണ്ടുവരാൻ നമുക്ക് വെച്ചൂർ ഫൗണ്ടേഷനിലൂടെ സാധിക്കണം. 1958-60 കാലഘട്ടത്തിൽ ഞാൻ തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ ഗാനഭൂഷണത്തിന് ചേർത്തു. ആൾ ഇന്ത്യ റേഡിയോ മ്യൂസിക് കോമ്പറ്റീഷനിൽ സമ്മാനം കിട്ടിയത് കൊണ്ട് എനിക്ക് അവിടെ 2ാമത്തെ വർഷം അഡ്മിഷനും കിട്ടി. 2 വർഷം നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടെ വെച്ചാണ് വെച്ചൂർ സാറിനെ കാണുന്നതും പരിചയപ്പെടുന്നതും പഠിക്കുന്നതും. എൻ്റെ അച്ഛൻ നാഗസ്വര വിദ്വാൻ തിരുവിട രാഘവ പണിക്കർ, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുപോലെ സമ്മാനം കിട്ടിയ ഒരു നാഗസ്വര വിദ്യാർത്ഥി എന്ന നിലയിലും ക്ലാസ്സിൽ എനിക്കൊരു നല്ല പരിഗണന അദ്ദേഹം തന്നിരുന്നു. എൻ്റെ സഹപാഠികളിൽ ചിലർക്ക് ജ്ഞാനം വളരെ കുറവായിരുന്നതുകൊണ്ട് അദ്ദേഹം വളരെ ക്ഷമാപൂർവം ആ കീർത്തനങ്ങളുടെ സംഗതികൾ ഇങ്ങനെ വളരെ അനുകരിച്ച് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ക്ഷമാശീലനായിരുന്നു അദ്ദേഹം. നല്ലൊരു ഗുരുനാഥൻ. ഇങ്ങനൊരു ക്ഷമാശീലനായ ഒരു ഗുരുനാഥനെ കാണാൻ വളരെ പ്രയാസമാണ് വാസ്തവം പറഞ്ഞത്.